ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ്സ് ഗേൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഏറ്റുമാനൂർ അമ്പലത്തിൽ പോവാണ്. അപ്പേ ഞാനും ചേച്ചിമാരും ചിറ്റപ്പനൊക്കെ കൂടെ ആയിട്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ പോവാണ്. കുറേ നാളായി നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയിട്ട് ബസ്സിലൊക്കെ കയറി ഞങ്ങൾ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോവാനായിട്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് തണ്ണീർമുക്കം ബണ്ട്. നമ്മുടെ ഇവിടെയുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ബണ്ടെന്ന് പറയുന്നത്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടുമ്പോൾ ഞങ്ങൾ ഇവിടെ പോവാറുണ്ട്. രാവിലെ എണീറ്റായതുകൊണ്ട് ഉറങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ വഴി കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൻ ചിറ്റപ്പനൊക്കെ ഉണ്ട്, അവരുടെ ബാക്കിൽ കൂടെ ഞങ്ങൾ നടന്നു പോവാണ്. ഇവിടെ ഒരു സ്ലോപ്പ് പോലത്തെ സ്ഥലമാണ്. ഇറങ്ങാൻ വലിയ ഈസിയാണ്, പക്ഷേ കയറാൻ നല്ല പാടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ കൂടെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓടി ചിറ്റപ്പൻ്റെ അപ്പാമ്മയുടെ കൈ പിടിച്ചു. അപ്പോൾ ഗൈസ്, നമ്മൾ അമ്പലമെത്തി. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. ഞങ്ങൾ രാവിലെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ കുറേ നമുക്ക് അത്യാവശ്യം നേരത്തെ തന്നെ വീട്ടിലെത്തായിരുന്നു. പക്ഷെ ഞങ്ങൾ നല്ല ലേറ്റായി ഇറങ്ങിയപ്പോൾ കാരണം നല്ല ആൾക്കാരുണ്ട് അമ്പലത്തിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ കടയൊക്കെ കൊണ്ട് ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടാണിത്. അങ്ങനെ നമ്മളൊരു കട ജസ്റ്റ് കയറിയതാണ്, ഒന്നും വാങ്ങിക്കാനല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ കയറിയതാണ്. അപ്പം ഞങ്ങൾ കുറേ നേരം കടയുടെ മുന്നിലൊക്കെ നിന്ന് എന്തോ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കയറാനായിട്ട് ആ പടിയൊക്കെ ഇറങ്ങി ചെന്നു. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് കയറി. അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞാനും ചേച്ചിയും കൂടെ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഡിസ്കസ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പാമ്മയും ചിറ്റപ്പനൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. ഞാനും ചേച്ചി കയറിയില്ല. ഞങ്ങൾ ഈ കാഴ്ചയൊക്കെ കണ്ട് പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. എനിക്ക് അത്യാവശ്യം നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മസാല ദോശയായിരുന്നു പറഞ്ഞിരുന്നേ. ആൻഡ് ആഫ്റ്റർ ഞാൻ ചിറ്റപ്പനെ ഐസ്ക്രീം വാങ്ങിക്കാൻ ഇങ്ങനെ ചിറ്റപ്പ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഐസ്ക്രീം കിട്ടിയിട്ടില്ല. ഞങ്ങൾ വേറെ കടയിലൊക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പാമ്മയ്ക്ക് പാത്രം ഇങ്ങനെ നോക്കി, പിന്നെ കളിപ്പാട്ടക്കടയിൽ നോക്കി, പിന്നെ കീർത്തനത്തിൻ്റെ ബുക്കുകൾ അപ്പാമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1-2 ബുക്ക് വാങ്ങിച്ചെന്ന് തോന്നുന്നു. ഇത് എന്തോ ഒരു ബോക്സാണ് കേട്ടോ, എന്തോ ഒരു ബോക്സ്. ക്യൂട്ട് ആയിട്ടുണ്ട് കാണാൻ. എന്നിട്ട് ഞങ്ങൾ കുറേ കഥകളുടെ ബുക്കൊക്കെ നോക്കി. ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ, ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. നല്ല റേറ്റ് ആയിരുന്നു എല്ലാ ബുക്കിനും.
ആൻഡ് ഫൈനലി ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു സംശയമില്ലാത്ത ചോക്ലേറ്റിൻ്റെ കോണ്ടോപ്പ് തന്നെ പറഞ്ഞു, ബിക്കോസ് ദാറ്റ്സ് മൈ ഫേവറേറ്റ് ഐസ്ക്രീം. അപ്പോൾ ഞാൻ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിമാരൊക്കെ എൻ്റെ നിന്ന് എടുത്തുകൊണ്ട് പോയി ഗൈസ്. വിസിറ്റും കഴിഞ്ഞ് ഞങ്ങൾ വേറെ എങ്ങോട്ടും പോയില്ല, ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, താഴെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബൈ.